കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മനുഷ്യജീവിതം പലപ്പോഴും അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നവരാണ് അല്ലേ? പലപ്പോഴും മുന്നോട്ടുള്ള വഴി എങ്ങനെ, ഇല്ലെങ്കിൽ ഏത് നിലവാരത്തിൽ പോകും, തകർന്ന അങ്ങേയറ്റമായി, നശിച്ച അങ്ങേയറ്റമായി, ഇനിയൊരു പ്രതീക്ഷ ജീവിതത്തിനകത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. അതാണ് ഇവിടെ ഈ 42-ാം അധ്യായത്തിൽ യെശയ്യാവ് 42-ന്റെ 3 പറയുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയത്തില്ല. അപ്പം ചതഞ്ഞ ഓട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഇനി അത് പണിയപ്പെടാൻ കഴിയത്തില്ല. സ്തോത്രം. മൊത്തത്തിൽ അത് തകർന്നു പോയി, ഇനി അതിനകത്തൊരു പ്രതീക്ഷയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ട് അല്ലേ? എന്നാൽ ഇവിടെ തിരുവചനം എന്താ പറയുന്നത്? ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയത്തില്ല. എൻ്റെ അർത്ഥം, അതിനകത്തു നിന്നും ഒരു പണി നടത്താൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അടുത്ത് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയത്തില്ല. പുകയുന്ന തിരി എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് പ്രതീക്ഷകളില്ല. അങ്ങനെ ഒരു തിരി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പുകയുന്നൊരവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളതിനെ മാനുഷികമായിട്ട് അതിനെ ലിഫ്റ്റപ്പ് ചെയ്യുക എന്നുള്ളത്, ഇല്ലെങ്കിൽ അതിനെ കത്തിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറയുന്നത്? ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയത്തില്ലെന്ന് തിരുവചനം പറയുമ്പോൾ തന്നെ പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയത്തുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, മുന്നോട്ടുള്ള വഴി എങ്ങനെ, ഇല്ലെങ്കിൽ ഏത് ഒരു രീതിയിലും രക്ഷപ്പെടാനുള്ള സകല സാധ്യതകളും നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾക്കകത്തു നിന്ന് ദൈവം ചിലതിനെ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും അല്ലേ? ലാസർ എന്ന മനുഷ്യൻ്റെ കല്ലറയുടെ മുൻപിൽ വന്ന യേശു കർത്താവിനോട് മാർത്തയും മറിയും പറഞ്ഞ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. എന്തെന്നറിയാമോ? കർത്താവെ, അങ്ങോട്ട് പോകണ്ട, അത് നാറ്റം വെച്ച് തുടങ്ങി. എൻ്റെ അർത്ഥം എന്തുവാ? അതിനകത്തിനി ഒരു റീബിൽഡ് സാധ്യമല്ല എന്നാണ് മാർത്തയും മറിയും ചിന്തിച്ചത്. എന്നാൽ തിരുവചനം പറഞ്ഞ എന്തുവാ? നിശ്ചയമായിട്ട് അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കും എന്ന് യേശു കർത്താവ് അതാണ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പം അവിടെ മാനുഷികമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചാൽ അതിനകത്തൊരു ദൈവമഹത്വം നിങ്ങൾ കാണും എന്ന് തന്നെയാണ് യേശു പറഞ്ഞത് അല്ലേ? എൻ്റെ അർത്ഥം, ഇനി ഒരിക്കലും പണിയാൻ കഴിയത്തില്ലെന്ന് പിശാച് മനുഷ്യന് നിന്നെക്കുറിച്ച് വാദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലൊരു പണി നടത്താൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അതാണ് പറഞ്ഞത്, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയത്തില്ല, അല്ല ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയത്തില്ല. ഈ തിരുവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ പ്രത്യാശയും പ്രതീക്ഷയും ജീവിതത്തിനകത്ത് കൽപ്പിപ്പാൻ ദൈവം ശക്തനാണ്. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ഏത് പ്രതീക്ഷയില്ലാത്ത വിഷയത്തെയും ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ, ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ചില ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടും. നിങ്ങളെ തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങളെ ദൈവം പണിയും. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരിക്കലും ഇതിനകത്തൊരു പ്രതീക്ഷയില്ലെന്ന് ചിന്തിച്ച വിഷയങ്ങൾക്കകത്ത് യഹോവയുടെ കരം വെളിപ്പെടും. ഇനി ഒരു ഭാവിയില്ല, ഇനി ഒരു നന്മയില്ല, ഇനി ഒരു വിദ്യാഭ്യാസമില്ല, ഇല്ലെങ്കിൽ എൻ്റെ കല്യാണം ഇനി നടക്കത്തില്ല, അല്ലെ സ്തോത്രം, എനിക്കിനി ഒരു ജോലി കിട്ടത്തില്ല എന്നൊക്കെ ചിന്തിച്ച് അതിനകത്ത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വഴി തുറക്കാൻ പോകും. ആരുടെയൊക്കെ പ്രതീക്ഷകൾ ഇന്ന് പ്രഭാതത്തിൽ അത് ഉണരുന്ന പകലായിട്ട് മാറും. അതുകൊണ്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു, കൂടെ ഇരുന്നാണ് ബലപ്പെടുത്തിയാണ് കരുതിയത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. ആയിരങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുവാൻ കർത്താവ് ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.